പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നോക്കുന്ന സമയത്ത് നയനയുടെ മുഖത്ത് കുറച്ച് പെയിന്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദർശ് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇത്, ആരെങ്കിലും കാണും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ പരിസരബോധമില്ലാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ നിന്റെ മുഖം ഒന്ന് കണ്ണാടിയിൽ ചെന്ന് നോക്കുക എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് നയന ഇങ്ങനെ കവലൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെയിന്റ് ആകെ എല്ലായിടത്തും ആവും. അപ്പോൾ അതാണെന്ന് കാര്യം മനസ്സിലായ ശേഷം എന്തായാലും ആദർശിനോട് തന്നെ അത് തുടച്ച് തരാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തുടയ്ക്കാൻ നിന്നപ്പോഴല്ലേ നീ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ തെറ്റിദ്ധാരണ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് തുടച്ചു കൊടുക്കുന്നുണ്ട് നയനത് പറയുമ്പോൾ. അപ്പോഴാണ് കേട്ടോ കനക അവിടേക്ക് വരുന്നത്. അപ്പോൾ കനക അത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോരുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെയും പിടിച്ച് വലിച്ചുകൊണ്ടാണ് കേട്ടോ പോരുന്നത്. നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടേക്ക് പോയാൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്രതശുദ്ധിയോട് കൂടിയാണല്ലോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ എന്താ മോൾക്ക് പറ്റിയത്? അപ്പോൾ ആദർശമോൻ വന്നുകൊണ്ട് ഇങ്ങനെ അത് തെറ്റിയോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ എന്തോ കാണാൻ പാടില്ലാത്ത കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് നന്ദു. അപ്പോൾ അത് കണ്ടോണ്ടല്ലേ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചി ആദർശേട്ടനെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ആദർശമോനെ മോളെ കാണാതിരിക്കാൻ ഒരുപാട് സമയം പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയാണ്. എന്തായാലും അവർ തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ്, അത് അവരായിട്ട് തന്നെ കാണിച്ചു തന്നല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദു പറയുന്നുണ്ട് ആദർശേട്ടനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്തു കൊടുക്കുമെന്ന്. അപ്പോൾ ഇടയ്ക്ക് കാപ്പി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ, മോൻ കഴിക്കുമെന്നൊന്നും അറിയില്ല, നിന്നെ പോലെയൊന്നുമല്ല ഇങ്ങനെ. ഇപ്പം നീ ഇപ്പോൾ 3 നേരം ഭക്ഷണം എന്നുള്ളത് 7 നേരം ആക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നീട് നന്ദു ആണെങ്കിലും ആദർശേട്ടനോട് അകത്ത് വന്ന് കിടക്കാനൊക്കെ പറയാനായിട്ട് കനകേനോട് പറയുന്നുണ്ട്. അവനിപ്പോൾ എന്തായാലും കിടക്കുന്നൊന്നും തോന്നില്ല, അതിനുള്ള മൂഡിലൊന്നും അല്ല അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനക അകത്തേക്ക് പോവാണ്. പിന്നീട് നയനിയാണെങ്കിലും നയനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആദർശ്. ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ വ്രതശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ശൃംഗാരം വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറയൂ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരെ അല്ലെങ്കിലും ശൃംഗരിച്ചതെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഇതിപ്പോൾ തീരുന്നൊന്നും തോന്നില്ല, ഇത്രയും സമയം ലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശിനോട് കിടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ വീട് മാറി കിടന്നാലും ഉറക്കം വരില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയാലും ഞാൻ ഉറങ്ങാറൊന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നയനൊരു സ്വപ്നം കണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മുത്തശ്ശിന് സുഖമില്ലാതെ ആദർശമായിട്ട് ഇങ്ങനെ മുത്തശ്ശനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ എന്തോ സങ്കടപ്പെടുന്നതായിട്ടാണ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും കൂടെ ഉണ്ടായിരുന്ന സഹായിയും കൂടെ ആർട്ട് ഗാലറിയിൽ എത്തിയിട്ട് അവരിങ്ങനെ പ്രതിമയൊക്കെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറഞ്ഞു വിട്ടുള്ള ആളുകളും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും എന്തായാലും ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പോകാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരും അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന സഹായിനോട് പറയുന്നുണ്ടായിരുന്നു, എത്ര മിനുക്കിയിട്ടും അതങ്ങ് ശരിയായിട്ട് തോന്നുന്നില്ല, മോളും ഇപ്പോൾ അവിടെ ബാക്കിയുള്ള പ്രതിമകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അത് കഴിഞ്ഞാൽ അവരെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയാണ്. പിന്നീട് നയനിങ്ങനെ ആദർശിനോട് ഇങ്ങനെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദർശനാണെങ്കിലും അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, മുത്തശ്ശിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. മുത്തശ്ശിന് ഒരു അസുഖമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദർശ് അവിടുന്ന് പെട്ടെന്ന് തന്നെ എണീക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം, അതിന് അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനൊരു സ്വപ്നം കണ്ട കാര്യമല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കരയുന്ന പോലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ അതിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കണ്ടെന്നൊക്കെ നൈനിയും പറയുന്നുണ്ട്, അത് വെറും സ്വപ്നമല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, ഇവളിങ്ങനെ ഇത്രയും നന്നായിട്ടൊക്കെ പ്രതിമകളും ഭഗവാന്റെ വിഗ്രഹങ്ങളാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്, അപ്പോൾ അവളുടെ ഉള്ളിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ സ്വപ്നത്തിലൊക്കെ ഓരോന്ന് കാണുന്നതെന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുത്തശ്ശൻ്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് അതിങ്ങനെ സംസാരിക്കുന്നില്ല കേട്ടോ. അത് വിട്, നീ നിന്റെ ജോലി നോക്കുമെന്ന് പറയാണ്. അപ്പോൾ നയന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, 2 വഴക്ക് കേട്ടപ്പോൾ എൻ്റെ ഉറക്കെല്ലാം പോയി എന്ന് പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും പ്രഷറായ സ്ഥിതിക്ക് എൻ്റെയും ഉറക്കെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. പിന്നീട് നയന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ നാളെ തലവേദന എന്തെങ്കിലും വന്നാൽ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയന ഉറങ്ങാൻ പറഞ്ഞിട്ട് പോവാത്തതുകൊണ്ടാണ് നയന അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ എൻ്റെ കുറ്റം മറ്റാരുടെ തലയിലും കെട്ടിവെക്കാറില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു പൂജയും കൂടെ ഉണ്ട്,
അത് ആദർശേട്ടൻ ചെയ്താൽ മതി എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറയും. അത് നീയും നിൻ്റെ അച്ഛനൊക്കെ ചെയ്യുന്നല്ലേ നല്ലതെന്ന് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, എനിക്ക് ആദർശേട്ടൻ ചെയ്യണം എന്നാണ്. ഇടയ്ക്ക് അച്ഛൻ വിളിച്ചിരുന്നു, അച്ഛനും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമോനുണ്ടായിരുന്നെങ്കിൽ മരുമോനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് അത്രയ്ക്ക് അങ്ങ് കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ നേരത്തെ അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞു, അപ്പോൾ എന്തായാലും ഭഗവാന്റെ കാര്യമില്ലേ ആദർശേട്ടന് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദർശ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈന പിന്നെ അതിന് മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും സമയം വൈകിയില്ലേ, അപ്പോൾ നാളെ പോയാൽ പോരേന്ന്. അപ്പോൾ എത്ര വൈകിയാലും നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങനെ അഭി അയച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഗോവിന്ദനെയും ആ പണിക്കാരനെയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിന്റെ ജോലി കഴിഞ്ഞില്ലേ, നീ അവിടെ കിടന്നോന്നൊക്കെ ആ പണിക്കാരനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ബാക്കി ജോലിയെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് ഇങ്ങനെ നയന ഇങ്ങനെ ആ വിഗ്രഹത്തിൽ ഇങ്ങനെ ഒരു മാലയുടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആദർശിന് ഇഷ്ടമായി. അപ്പോൾ മാലയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മൂർത്തി ജ്വല്ലറിക്ക് ഈ ഡിസൈൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ വിഗ്രഹം കണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടുകയാണെങ്കിലോ എന്നൊക്കെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്കിതൊരു ബിസിനസ് ആക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് തന്നെയല്ലേ എനിക്ക്, അപ്പോൾ ഞാനല്ലേ ആർട്ട് ഗാലറി നടത്തിക്കൊണ്ട് പോകുന്നത്, ഇങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഗോവിന്ദൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആൾ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സമയത്ത് അബിയുടെ ആളുകളും പുറത്ത് നോക്കി കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ തലവേദനയാവുമല്ലോ, ആ കിളവനെ വെള്ള പുതുപ്പിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്തായാലും അബി സാർ വിളിക്കും, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനോട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ആദർശ് ഞാൻ നിന്നോട് പറയാൻ മറന്നതാണ്, ആദർശ് ഇടയ്ക്ക് വിളിച്ചപ്പോൾ അങ്ങനെ നൈനമോള് ഇങ്ങനെ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളെ കൊണ്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയുകയും ചെയ്യണം. അപ്പോൾ ദേവയാനിക്കത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാവുന്നൊന്നുമില്ല. പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശ് ഇങ്ങനെ ദേവയാനിനെ വിളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അവൻ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ ഇതിൻ്റെ പേരിൽ നാളെ ഇവിടെ വഴക്കുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ്. ഇത്രയ്ക്ക് അവൾ വൈകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞിട്ടാണല്ലോ നയന പോയത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ അനുവദിച്ചുകൊണ്ട് മാത്രമല്ലേ മോള് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളത്തോടുകൂടി എന്തായാലും ഇതെല്ലാം ഡെലിവറി ചെയ്യല്ലോ, അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയും വർക്ക് കിട്ടിയാൽ പിന്നെ അവൾക്ക് പോവേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പോവേണ്ടി വരും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ മുത്തശ്ശനാണെങ്കിലും സംസാരിക്കുകയാണ്. എന്തായാലും ആദർശിനെ ഒന്ന് വിളിച്ച് നോക്കാം, അപ്പോൾ നീ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ ആദർശിനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പ്രതിസന്ധിയിൽ സഹായിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മോള് വന്നുകൊണ്ടുകൂടി ഇവിടെ ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് കോടികളുടെ ബിസിനസ്സാണ് കിട്ടിയത്, അത് ഈ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളതിലേക്ക് മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് വൈകും എന്നൊക്കെ പറയുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടൊരു പൂജ ഉണ്ട്, അത് ഞാൻ ചെയ്യണം എന്നാണ് നയന പറയുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ, നീ അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ചെയ്തോ, എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവേനി അതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനിക്ക് അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടമാവുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീട് ഇങ്ങനെ മുത്തശ്ശനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. ആ സമയത്തൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശിനെയും നയനേനെയും സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പം ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പോയാൽ അവൾക്ക് ഇനിയും ഇങ്ങനെ ഓർഡർ കിട്ടിയാൽ വീണ്ടും അവരെ അവിടെ ചെന്ന് സഹായിക്കേണ്ടേ, അപ്പം നമ്മുടെ ബിസിനസ്സാവും താഴോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ആദർശിന് നമ്മുടെ കമ്പനി നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ മോൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയാണ് കൂടെ ഉള്ളത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശന് ഇതൊക്കെ അങ്ങനെ ദേവയാനിയോട് പറയുന്ന സമയത്ത് ജലജി ഇടയ്ക്ക് കയറി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും അങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നയനയെ കുറിച്ച് പറയുന്ന സമയത്താണെങ്കിലും നയനയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മുത്തശ്ശൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടാവുകയൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ അങ്ങനെ ദേവയാനിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ദേവയാനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.